ഹേ ഗായ്സ്, എന്തെങ്കിലും ചേട്ടൻ സുഖാണായിരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. അതായത് കുറച്ച് ന്യൂസ് ആൻഡ് ഇമിഗ്രേഷൻ, പിന്നെ കുറച്ച് നമ്മുടെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാവരും അറിയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. അതെ, ഒരു ലോക്കൽ ഇലക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഇത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. എനിവേ, ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. യെസ്, UK ചൂട് ന്യൂസുകൾ നിങ്ങൾക്ക് അപ്പം എത്തിച്ചു തരുന്ന ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. ആ സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ നമ്മുടെ ഒരുപാട് മലയാളികൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എന്താണ് സംഭവം എന്നുള്ളത്. എന്നാൽ നിങ്ങൾ അറിയും, ഇത് കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അറിയും. എങ്ങനെ അറിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിൽ, നിങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം, ഇതിനെല്ലാത്തിനും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. കാരണം നിങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ കുറച്ചും കൂടി ചേർത്ത് നമ്മൾ ടാക്സ് ആയിട്ടും വൈദ്യുതിയിലും എല്ലാം കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് മനസ്സിലാകുന്നത്. സോ ഈ സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റോ ന്യൂസോ വീഡിയോ കാണാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. യൂട്യൂബ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്, ഫേസ്ബുക്കും എവിടെയും പോകാത്ത ആളുകൾ, എനിക്ക് പത്രം പോലും വായിക്കാതെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും ആവശ്യമില്ല, പക്ഷേ ജീവിക്കാനൊന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അനൗൺസ് ചെയ്തപ്പോൾ അതിൻ്റെ കുറേ ന്യൂസുകൾ, അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ, ആശങ്കകൾ, കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ BBC വന്നൊരു ന്യൂസാണ്, 3 ways ദ സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കുഡ് എഫക്റ്റ് യു ആൻഡ് യുവർ മണി. അതായത് നിങ്ങളെയും നിങ്ങളുടെ പൈസയും ഇനി എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും സന്തോഷ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എല്ലാം സാലറി കൂട്ടാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഈ അടുത്തൊരു ഇൻസ്റ്റയിൽ ഒരു ട്രോൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ട്രോൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുളി സിനിമയില്ലേ, ചുരുളി സിനിമയ്ക്കകത്ത് നമ്മുടെ അവിടെ അവർ പണിയെടുത്തിട്ട് അവർക്ക് ഒരു 500 രൂപ അവർക്ക് ശമ്പളം കൊടുക്കുന്നു. ശമ്പളം കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ പൈസ തിരിച്ചു മേടിച്ച്, ഇതിവിടെ താമസിച്ചതിനുള്ള പൈസ അത് ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പൈസ തിരിച്ചു മേടിക്കുന്നു. സെയിം സംഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സാലറി വർദ്ധിക്കുന്നു, എന്നാൽ അപ്പുറത്തെ വശത്തുകൂടെ ടാക്സും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതിനകത്ത് നോക്കാം, ബെനഫിറ്റ് ചേഞ്ചസ് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസിനോ ഇല്ലെങ്കിൽ ഈ അടുത്ത് വന്നിട്ടുള്ള വർക്ക് വിസയിൽ വന്നിട്ടുള്ളവർക്കോ ഒന്നും അത് ബാധകമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ഇവിടെ PR-ഉം സിറ്റിസണും ഉള്ളവർക്കൊക്കെയാണ് ഈ പറഞ്ഞ പബ്ലിക് ഫണ്ട്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നുള്ളൂ. അത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നതല്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ PR-ഉം കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ബെനിഫിറ്റ് ചേഞ്ചസ് ഒക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇപ്പോൾ പെൻഷൻ ആണെങ്കിലും മറ്റു പരിപാടികളാണെങ്കിലും അതെല്ലാം എഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ നമ്മളൊന്നും എന്താ പറയുക ഓവർ സംസാരിക്കുന്നില്ല. ഓക്കെ, യൂണിവേഴ്സൽ ക്രെഡിറ്റും കാര്യങ്ങളും അതൊന്നും നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ആവശ്യമില്ല. നമുക്കിപ്പോൾ വേണ്ടത് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ബിൽസ്. അതായത് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ മാറ്റം വരും. April 1 മുതൽ നമുക്കറിയാം വാട്ടർ എനർജി കൗൺസിൽ ടാക്സ് ബില്ലുകളിൽ വർധനവുണ്ട്, ഇല്ലെങ്കിൽ കൂട്ടുന്നുണ്ട് ആ ഒരു പൈസ എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ April തൊട്ട് തന്നെ നമ്മുടെ മിനിമം വേജ് അത് ഉയർത്തുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും ഉണ്ട്. അതായത് 21 വയസ്സ് വരെയുള്ളവർക്ക് 12-21 തൊട്ട്, അത് ഇപ്പോൾ കറണ്ട് 11.44 ഇനി 12-21 നമ്മുടെ സാലറികൾ ഉയർത്തുന്നു. സന്തോഷ വാർത്ത അല്ലേ? ഓക്കെ, പക്ഷേ ഈ എനർജി, വാട്ടർ ആൻഡ് കൗൺസിൽ ടാക്സ് അത് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ക്ലാസ് ബിയിലൊക്കെ ഉള്ള ഒരു ഹോമിനൊക്കെ 161 പൗണ്ടൊക്കെയാണ് അടയ്ക്കേണ്ടത്. അത് ഇനിയിപ്പോൾ വീണ്ടും ഉയർത്തി ഒരു 170-180 ആവുന്നൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പെർ മന്ത് കൗൺസിൽ ടാക്സ് അടയ്ക്കുന്നവർക്ക് ഒരു 150 പൗണ്ട് പോവുകയാണ്. ഇപ്പോൾ 160 പൗണ്ട് പോകുന്നുണ്ട്. പ്ലസ് ഇനി കുറച്ചും കൂടി പോകുന്നു. ഫ്രഷ് വാട്ടറിലും കാര്യങ്ങളും അതെല്ലാം കൂടുന്നു. വാട്ടർ ബിൽസ് ഏകദേശം 10% ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സദേൺ വാട്ടർ ബിൽസ് ജംപ് ടു 47, അതായത് 703 പൗണ്ട് ആയിരിക്കും ഇയർലി കൊടുക്കുന്നുണ്ട്. അതുപോലെ ആംഗ്ലിയൻ വാട്ടർ കസ്റ്റമേഴ്സിന് 19% കൂടുതൽ കൊടുക്കണം, 626 പൗണ്ട് ഇയർലി കൊടുക്കേണ്ടതായിട്ട് വേണം. നിങ്ങൾ എവിടത്തെ, ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ സ്കോട്ടിഷ് വാട്ടർ ആയിരിക്കും, ഇല്ലെങ്കിൽ ഇവിടെ ഏതാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു 10%, 19%, 47% ഒക്കെ ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെർ മന്ത്
ഒരു 10 പൗണ്ട് എക്സ്ട്രാ വാട്ടറിന് പോകും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ എനർജി ബില്ലിൻ്റെ കേസിൽ നമുക്കറിയാം, ആനുവൽ എനർജി ബിൽ ഫോർ എ ഹൗസ് ഹോൾഡ് യൂസിങ് ടിപ്പിക്കൽ എമൗണ്ട് ഓഫ് ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ഗോയിങ് അപ്പ് ബൈ 111 പൗണ്ട് പെർ ഇയറിലേക്ക് കൂടുന്നുണ്ട്. അതായത് ഒരു 111 പൗണ്ട് എക്സ്ട്രാ അങ്ങോട്ട് കൂടുന്നുണ്ട് ഏപ്രിൽ തൊട്ട്. അപ്പോൾ 1849 പൗണ്ട് ആയിരിക്കും ഫ്രം ഏപ്രിൽ തൊട്ട് 111 പൗണ്ട് അതിനകത്ത് കൂടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂടും? നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ റെൻറ്റ് കൂടും. അപ്പോൾ നിങ്ങളെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വായിക്കണ്ട, അറിയണ്ട. പക്ഷേ നമുക്ക് കൂടുമ്പോൾ നമ്മൾ അറിയും എന്നുള്ളത് കൂടി ഞാൻ പറയട്ടെ. കൗൺസിൽ ടാക്സിൻ്റെ കേസിലാണെങ്കിലും നമുക്കൊരു 4.99% വിത്ത് ഒരു ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അറൗണ്ട് ഒരു കൗൺസിൽ ടാക്സ് റേറ്റ്സ് ഇൻ സ്കോട്ട്ലാൻഡ് ഹാവ് ബീൻ ഫ്രോസൺ ഓർ ഹാഡ് ലിമിറ്റഡ് ഇൻക്രീസ് സിൻസ് 2000, ബട്ട് ദേ ആർ ഗോയിങ് ടു അപ്പ് ഇൻ സം കേസ് ബൈ മച്ച് ആസ് 10%. ഒരു 10% കൂട്ടുന്നുണ്ട്. എത്ര നാളത് ഫ്രീസ് ചെയ്തിരിക്കുമായിരുന്നു. സ്കോട്ട്ലാൻഡിൽ ഒരു 10% കൂട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 25-26 ഗവൺമെൻറ് ഈസ് അലൗഡ് ബ്രാഡ്ഫോർഡ്, ന്യൂഹാം, ബർമിംഗ്ഹാം, സോമർസെറ്റ് ആൻഡ് എന്താണ് മെയ്ഡൻ ഹെഡ് ഇങ്ങനെയുള്ള ബൈപ്പാസ് അവിടെ ഒരു 4.99% ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു 4.9% ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് കൂട്ടാൻ പോകണം. അതായത് 2.99% നമ്മുടെ കൗൺസിൽ ടാക്സിനകത്തും വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഇതിലൂടെയൊക്കെ ഗവൺമെൻറ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഗവൺമെൻറ് ഉദ്ദേശം, ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ കാർ ടാക്സും, നമ്മൾ കാറൊക്കെ മേടിക്കുന്നവരുണ്ടല്ലോ, ഓക്കെ, ആ കാറും നമ്മുടെ ടാക്സ് വർദ്ധിക്കാൻ പോകുന്നു. ഒരു 5 പൗണ്ട് ഇയറിലേക്ക് കൂടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വിലപേഷ്. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രോഡ്ബാൻഡ്, ഫോണ്, TV ലൈസൻസ് എല്ലാത്തിനും ഒരു 1.5 പെർ മന്ത്ലി കൊടുക്കും. ഒരു 18 പൗണ്ട് പെർ ഇയറിലേക്ക് നമ്മുടെ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡിൻ്റെയും ഫോണിൻ്റെയും TVയുടെയും ആകെ മൊത്തത്തിൽ നിങ്ങൾക്കൊരു 12.2.1 പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിനെയും കാട്ടി കൂടുതൽ അവരെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇപ്പോൾ നിങ്ങൾ പുതിയ വീടൊക്കെ മേടിക്കാൻ പോകുന്നവർക്ക് സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ മോർട്ട്ഗേജ് അഡ്വൈസേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒരു 3 ലക്ഷം പൗണ്ട് വരെ ഒന്നും അതൊരു വലിയ ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. എന്നാൽ പോലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്ന് നോക്കാം. പിന്നെ ഹിഡൻ ടാക്സസ് റൈസസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. BBC-ക്കകത്താണ് ന്യൂസ് കിടക്കുന്നത്. അങ്ങനെ കുറച്ചധികം എന്താ പറയുക ടാക്സുകൾ, മറ്റ് അനവധി ടാക്സുകളും അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ നാഷണൽ ഇൻഷുറൻസ് ആൻഡ് ഇൻകം ടാക്സ് അതടക്കം ചെറിയ രീതിക്ക് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടും പറഞ്ഞാൽ പോരെ അല്ലേ? ഈ കൂടുതൽ അതിനകത്ത് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിവേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മറ്റേ ഈ സ്പ്രിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം കൂട്ടുന്നതിന് പുറമെ കുറേ ജോലി ഞങ്ങൾക്ക് എടുത്തു കളയേണ്ടതായിട്ടുണ്ട്. അതായത് സിവിൽ സർവീസ് ജോബിൽ ഒരു 10-30,000 ജോബ് കട്ട് ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വരുന്നതിന് മുമ്പ് കുറേയധികം വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുറേയധികം വാഗ്ദാനങ്ങൾ തന്ന പോലെ തന്നെ അധികാരത്തിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ അങ്ങോട്ട് എടുക്കുന്നുണ്ട് അല്ലേ? സന്തോഷമില്ലേ അല്ലേ? അപ്പോൾ അതിനകത്ത് സിവിൽ ജോബ്സിനകത്ത് ഒരു ജോബ് കട്ട് അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു 10-40,000 വർക്കേഴ്സിന് ആവശ്യമുണ്ട്. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ ബ്രിക്ക് ലയേഴ്സിനെയും കാർപ്പൻറ്റേഴ്സിനെയും അതേപോലെ തന്നെ ടൈൽ മേസൺസിനെയൊക്കെ ട്രെയിൻ ചെയ്യാനായിട്ട് ഗവൺമെൻറ് കുറച്ച് ഫണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 30,000-40,000 ജോലി ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അതൊരു നല്ലൊരു ന്യൂസായിട്ട് മാത്രമേ എനിക്ക് തോന്നി. ബാക്കി ഈ ജോബ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അത് നമ്മളെ ഒരുപാട് പേര് സിവിൽ സർവീസ് ജോബുകൾ ചെയ്യുന്നുണ്ട്. മലയാളികൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ എഫക്റ്റ് ചെയ്യും നമുക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സിവിൽ സർവീസിലെ ഒരു 10,000 ജോബ് കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക,
2 ബില്യൺ എത്രയൊക്കെയാണ് അവർ തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡന്റ് ന്യൂസിന്റെ ഒരു വെബ്സൈറ്റിനകത്ത് other reports have suggested as many as 50,000 public sector jobs could be at risk എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50,000 ജോബുകളോളം അവർ കത്രിക വെക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് പുതിയ എംപ്ലോയീസിനെ എടുക്കാനായിട്ട് അതിനകത്ത് കുറച്ച് ഫണ്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കർ റിക്രൂട്ട്മെന്റ് എന്നുള്ളത് ഒരു 35,000 വേക്കൻസീസ് ഉണ്ട്. അതിനകത്ത് ബ്രിക്ലയേഴ്സിനെയും ഇലക്ട്രീഷ്യൻസിനെയും എഞ്ചിനീയേഴ്സിനെയും കാർപ്പൻറ്റേഴ്സിനെയും ട്രെയിൻ ചെയ്യാറ്. ഇതിനകത്തൊരു സന്തോഷ വാർത്ത ശരിക്കും പറഞ്ഞാൽ UK വന്നുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ മറ്റ് മേഖലകളൊക്കെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെയർ ഹോം ആവട്ടെ, മറ്റ് മേഖലയിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളാവട്ടെ, നിങ്ങൾ PSW സമയത്ത് തീർച്ചയായിട്ടും ബ്രിക്ക് ലൈൻ കോഴ്സുകളോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർപ്പൻറ്ററോ ഇല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ എഞ്ചിനീയറോ ഒക്കെ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്ത് അതിനകത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പോഴത്തെ ടാക്സ് കട്ടുകളും ഇപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ന്യൂസുകൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് കിടക്കാം. ഇമിഗ്രേഷനിനകത്തേക്ക് കുറച്ചധികം നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്ലഡ്സും കാര്യങ്ങളും എല്ലാ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലേ. 10 ഇയറിലേക്ക് നമ്മുടെ PR കൊണ്ടുവരിക, 15 ഇയറിലേക്ക് നമ്മുടെ എന്താണ് സിറ്റിസൺഷിപ്പ് ഉയർത്തുക, ആകെ മൊത്തത്തിൽ ഇങ്ങോട്ട് വരണ്ടടാ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ UK അകത്തുള്ളത്. അത് നമ്മുടെ അടുത്ത് മൂത്ത് നോക്കിയിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ കൂട്ടുന്നത് കൊണ്ടും ഇതേപോലത്തുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ട് ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഇവിടെയുള്ള ആളുകൾ മടങ്ങി പോവുകയും ചെയ്യും എന്നും അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പല നിയമമാറ്റങ്ങളും UK കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ 1-ാം തീയതി നമുക്ക് ഒരു വലിയൊരു നിയമമാറ്റം, നമുക്ക് ഒരു അനൗൺസ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ്, പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നമുക്ക് ഒരു പക്ഷേ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും കാതോർത്തിരിക്കുന്ന ഒരു കാര്യമാണ് അത്, ഈ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് വേണ്ടിയിട്ട്. മെയിൻ ഒരു കാര്യം, ഞാനിപ്പോൾ UK പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്നവരെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ അടുത്ത കുറേ സ്റ്റുഡൻസ്, PSW കയറിയ സ്റ്റുഡൻസ് പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓടിച്ചെന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വിസയ്ക്ക് വേണ്ടി ബിസിനസ് തുടങ്ങി ലാസ്റ്റ് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി, ബിസിനസ് കൊടുക്കാൻ വേണ്ടി പലരും എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായി. ഓക്കെ, സോ പല കാര്യങ്ങൾ കേൾക്കാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിന് ഇറങ്ങുക. 1. 2, ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുന്നതിന് മുമ്പ് നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്തെന്ന് അറിഞ്ഞ ശേഷം മാത്രം ബിസിനസ് തുടങ്ങാം. ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇമിഗ്രേഷൻ അപ്ഡേറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം UK ഒരു ഇലക്ഷൻ കൂടി വരാൻ പോവാണ്. അതായത് കൗൺസിലുകളുടെ ഇലക്ഷൻ. അതിനകത്ത് എനിക്ക് തോന്നുന്നു 13,000 എന്താ പറയുക, അത്രയോളം കൗൺസിലുകളിലേക്കുള്ള ഇലക്ഷനാണ് വരുന്നത്. നമ്മുടെ അറിയാം റിഫോം പാർട്ടി, നൈജൽ ഫറാജ്, നമുക്കറിയാം ഒരുപാട് ക്യാമ്പയിൻസും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു 1 month മുമ്പുള്ള ഒരു ക്യാമ്പയിൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതായത് റിഫോം പാർട്ടി വന്നാലും ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ, നമ്മുടെ ദുബായിൽ നിങ്ങൾ അവിടെ എത്ര വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും, ഇനിയിപ്പോൾ സൗദിയിലോ മറ്റു മിഡിൽ ഈസ്റ്റുകളിലോ നിങ്ങൾ എത്ര വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഒരു പെർമനന്റ് സ്റ്റാറ്റസ് കിട്ടില്ല. നിങ്ങൾക്ക് അവിടെ പെർമനന്റ് സിറ്റിസണോ ഇല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള റെസിഡന്റോ ആയി മാറാനായിട്ട് സാധിക്കില്ല അല്ലേ. അവിടെ എപ്പോഴും നമ്മൾ ഒരു തേർഡ് കൺട്രി നാഷണൽ പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ UK നമുക്കറിയാം ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ PR ലഭിക്കും. 5 വർഷത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അത് കുറേ യൂറോപ്യൻ കൺട്രീസും വെസ്റ്റേൺ കൺട്രീസും കൊടുക്കുന്നുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ ഫറാജ് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിഫോം പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും കൊണ്ടുവരും, എന്നാൽ ആർക്കും ഇവിടെ PR എന്നുള്ളൊരു സംഭവം കൊടുക്കില്ല. സർട്ടൺ ടൈമിലേക്ക് വിസ കൊടുക്കും. ആ വിസ കൊടുത്തു കഴിഞ്ഞാൽ വിസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകണം, ഇല്ലെങ്കിൽ തിരിച്ച് കയറ്റി വിടും എന്നുള്ള സെറ്റപ്പിലാണ് പുതിയൊരു ഇമിഗ്രേഷൻ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം ഈ പറഞ്ഞ റിഫോം പാർട്ടി അധികാരത്തിൽ വരാൻ പോവും എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ വരുന്ന മെയ് 1-ാം തീയതി നമുക്കൊരു ഇലക്ഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ലോക്കൽ ഇലക്ഷനാണ്, കൗൺസിൽ ഇലക്ഷൻ. 13,000 എത്രയോ കൗൺസിലുകളിലേക്കാണ് ഇലക്ഷൻ വരുന്നത്. ആകെ മൊത്തത്തിൽ ഇപ്പോഴത്തുള്ള ഒപ്പീനിയൻ പോളുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഫറാജിന്
നല്ല രീതിയിലുള്ള മുന്നോക്കം അല്ലെങ്കിൽ മുന്നേറ്റമുണ്ട്. കാരണം ഇപ്പോൾ ലേബർ പാർട്ടിയുടെ ഈ രീതിക്കുള്ള ടാക്സും പരിപാടിയൊക്കെയാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കും. ആ മാറി ചിന്തിക്കുമ്പോൾ ഇമിഗ്രേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരു പണിയായിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയുന്നത്. ആകെ മൊത്തത്തിൽ പണിയുടെ പണികളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ആകെ മൊത്തം ശോകമാണല്ലേ. ഇതൊന്നും അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ശോകം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടന്മാരെ പോലെ നമ്മൾ ജീവിക്കും. എന്തെങ്കിലും വരുന്ന സമയത്ത് അയ്യോ വന്നു, ആ സമയത്ത് നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കും ഈ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ പലരും നിയമം നമ്മൾ 2024 നിയമങ്ങൾ മാറുന്നതിന് വർഷങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ ആരും ചെവി കൊടുത്തില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ തലയിൽ കൈവച്ച് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല. നമ്മൾ എത്ര വിദ്യാസമ്പന്നനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില കാര്യങ്ങൾക്ക് വകതിരവ് വട്ടപൂജ്യം എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ്. സോ അത് കണ്ട് ഗായ്സ് എല്ലാം മനസ്സിലാക്കുക. UK വരാൻ നിൽക്കുന്നവരും UK-യിലുള്ളവരും അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പുകൾ എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം. ബൈ.